ബാലരാമപുരത്തെ കുട്ടിയുടെ ദുരൂഹ മരണത്തിലെ ചോദ്യം ചെയ്യലിൽ ഭാവഭേദമില്ലാതെ അച്ഛനും അമ്മയും അമ്മാവനും മുത്തശ്ശിയും. കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് പോലീസിനോട് അമ്മാവൻ. ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വിവരങ്ങൾ പോലീസിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്? സലീം. ഉന്മേഷ്, 2 ഘട്ടങ്ങളിലായുള്ള ചോദ്യം ചെയ്യലാണ് പോലീസ് ഇവരുമായി നടത്തിയത്. അതിൽ നിന്ന് ചില നിർണായക സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഏറെക്കുറെ പ്രതിയിലേക്ക് എത്തുന്ന നിലയിലുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് പോലീസ് അതിൻ്റെ ഒരു കൺക്ലൂഷന് ശേഷം മാത്രമേ മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ പങ്കുവയ്ക്കൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ കഴിഞ്ഞ 4 മണിക്കൂറിലധികമായി നടത്തുന്ന ഈ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും, ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ഈ പരസ്പര വിരുദ്ധമായ മൊഴികൾ ഇവർ പറയുന്നു എന്നുള്ളതാണ് പോലീസിനെ ആദ്യഘട്ടത്തിലൊക്കെ വല്ലാതെ കുഴച്ചത്. അതിൽ നിന്നും ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക്, അതായത് ആദ്യഘട്ടത്തിൽ നടന്ന ഈ പരസ്പര വിരുദ്ധമായ മൊഴികൾ, ആ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു 2ാം ഘട്ട ചോദ്യം ചെയ്യൽ നടത്തിയത്. അങ്ങനെ പരസ്പരം മാറ്റിയും തിരിച്ചുമുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് ചില വിവരങ്ങൾ ഇവർ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനൊക്കെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ, പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വേഗത്തിൽ തന്നെ എത്തിക്കാനുള്ള നടപടികളാണ് പോലീസ് ആരംഭിക്കുന്നത്. അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒരു ഔദ്യോഗിക സ്വഭാവത്തിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കൂ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ വീട്ടിൽ കൂട്ട ആത്മഹത്യാശ്രമം നടത്താൻ തീരുമാനിച്ചിരുന്നു എന്ന ഒരു ആദ്യഘട്ടത്തിൽ ഇവർ നൽകിയ മൊഴിയും അതിൻ്റെ സൂചനകളും അതെല്ലാം കളവായിരുന്നു എന്ന് വ്യക്തമായി. അതിലൂടെയാണ് ആരെങ്കിലും ഈ 4 പേരിൽ, ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 4 പേരിൽ ആരോ ഒരാൾ ആണ് ഈ കൃത്യം നടത്തിയത് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കാര്യങ്ങൾ നീക്കി വരികയും ചെയ്യുന്നത്. നിലവിൽ അവിടെ നിന്നുള്ള വീട്ടുകാരുടെ അയൽവാസികളെയും ഒപ്പം തന്നെ ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെയും ഒക്കെ പോലീസ് അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം എത്ര സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്കുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും തിരക്കി വരികയാണ്. അതിൽ തന്നെ ഈ അച്ഛനും അമ്മയും തമ്മിൽ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി തന്നെ അകന്നു കഴിയുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ചില പ്രത്യേക ദിവസങ്ങൾ, അതല്ലെങ്കിൽ മാസത്തിൽ 1-2 ദിവസം മക്കളെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു അച്ഛൻ അവിടേക്ക് എത്തിയിരുന്നത്. ഇന്ന് ആ വീട്ടിലൊരു ചടങ്ങ് നടന്നതുകൊണ്ട് മാത്രമാണ് അച്ഛൻ നേരത്തെ വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഏതെങ്കിലും തരത്തിലൊരു വഴക്ക് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അതിൻ്റെ തുടർ നടപടി എന്ന നിലയിലാണോ ഈ കൃത്യത്തിലേക്ക് എത്തിച്ചത് എന്നതും പോലീസ് സംശയിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നത് ഈ കുടുംബത്തിലെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള 4 പേർക്കും അറിയാമായിരുന്നു എന്നും പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. അതായത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു, തനിക്കറിയില്ല എന്നുള്ള മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. ആ വീട്ടിൽ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള മാതാവിന്റെ സഹോദരന്റെ മുറിയിലുണ്ടായ തീപിടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വീട്ടിലെ മുഴുവൻ പേരും അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പോലീസ് മാറ്റിയും തിരിച്ചും ഓരോ ചോദ്യങ്ങളായി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.